നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ചരിത്രപ്രസിദ്ധമായ ഭോജ്ശാല സമുച്ചയം മുൻപ് ക്ഷേത്രമായിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഭോജ്ശാല സമുച്ചയത്തിൽ ASI ശാസ്ത്രീയ സർവേ പൂർത്തിയാക്കിയിരുന്നു. തർക്കത്തിലുള്ള ഭോജ്ശാല കമൽ മൗല മസ്ജിദ് സമുച്ചയത്തിന്റെ ശാസ്ത്രീയ സർവേ റിപ്പോർട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തിങ്കളാഴ്ച മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ചിന് സമർപ്പിച്ചു. മാർച്ച് 22-നും ജൂൺ 30-നും ഇടയിൽ 1 ഏക്കർ സ്ഥലത്ത് സർവേ നടത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ ഭോജ്ശാല ക്ഷേത്രം, കമൽ മൗല മസ്ജിദ് പഴയ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നിർമ്മിച്ചതെന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ സ്ഥലത്ത് നിലവിലുള്ള പള്ളി ഉയർന്നു വന്നുവെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മധ്യപ്രദേശ് ഹൈക്കോടതിയെ അറിയിച്ചു. ASIയുടെ അഭിഭാഷകൻ ഹിമാൻഷു ജോഷി 10 വാല്യങ്ങൾ അടങ്ങുന്ന 2000 പേജുള്ള ശാസ്ത്രീയ റിപ്പോർട്ട് കോടതിക്ക് കൈമാറി. എന്നിരുന്നാലും കോടതിയിൽ നിന്നുള്ള വാക്കാലുള്ള ഉത്തരവിന്റെ പേരിൽ റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു. ഏകദേശം 98 ദിവസം നീണ്ടുനിന്ന സർവേയിൽ 1700ഓളം അവശിഷ്ടങ്ങളും മറ്റ് തെളിവുകളും കണ്ടെത്തി. ഖനനത്തിൽ വികൃതമാക്കപ്പെട്ട വിവിധ ഹിന്ദു ദേവതകളുടെ 94 ശില്പങ്ങൾ കണ്ടെത്തിയതായി ASI റിപ്പോർട്ടിൽ പറയുന്നു. ഒരു വിഗ്രഹത്തിന്റെ കയ്യിൽ ഏകദേശം 10 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ചാരനിറത്തിലുള്ള തൃശൂലവും ആലേഖനം ചെയ്തിട്ടുണ്ട്. സരസ്വതി ദേവി, മഹിഷാസുരമർദിനി, മഹാഗണപതി, ശ്രീകൃഷ്ണൻ, വാസുകി, മഹാവിഷ്ണു വിഗ്രഹങ്ങളും നാഗപ്രതിഷ്ഠകളും ഇവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു. ഇവയെല്ലാം വികൃതമാക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. പള്ളികളിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ അനുവദനീയമല്ല. അതിനാലാകാം രൂപമാറ്റം വരുത്തിയതെന്നാണ് നിഗമനം. ക്ഷേത്രം പരമാരഘട്ടത്തിലേതാണെന്ന നിഗമനത്തിലും ASI എത്തി. സമുച്ചയത്തിൽ കണ്ടെത്തിയ ലിഖിതങ്ങളിൽ ഭൂരിഭാഗവും ഓം സരസ്വതി നമഃ, ഓം നമഃശിവായ തുടങ്ങിയവയാണ്. ഇതിനു പുറമെ സമുച്ചയത്തിന്റെ ചുമരുകളിൽ സംസ്കൃതത്തിലും പ്രാകൃതത്തിലും വലിയ ലിഖിതങ്ങൾ കണ്ടെത്തി. സംസ്കൃത ലിഖിതങ്ങൾക്ക് അറബിക് ലിഖിതങ്ങളെക്കാൾ പഴക്കമുണ്ട്. ഇസ്ലാമിക ആരാധനാലയമാക്കി മാറ്റുന്നതിനു മുമ്പ് സമുച്ചയം തുടക്കത്തിൽ സരസ്വതി ക്ഷേത്രമായിരുന്നുവെന്ന് ASI മുൻ ഡയറക്ടർ KK മുഹമ്മദ് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ഈ വർഷം മാർച്ചിലാണ് ASI സർവേ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ചിനെ സമീപിച്ചത്. 11-ാം നൂറ്റാണ്ടിലെ ASI സംരക്ഷിത സ്മാരകമായ ഭോജ്ശാലയെ ഹിന്ദുക്കൾ സരസ്വതി ദേവിയുടെ ക്ഷേത്രമായി കണക്കാക്കുന്നു. മുസ്ലിങ്ങൾ അതിനെ കമൽ മൗല പള്ളി എന്നും വിളിക്കുന്നു. ജ്ഞാൻവാപിയിൽ ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഭോജ്ശാലയിലെ സത്യവും പുറത്തുവന്നത്. ജൂലൈ 22-ന് ഹൈക്കോടതി കേസ് പരിഗണിക്കും. ഭോജ്ശാലയുടെ ശാസ്ത്രീയ സർവേക്കെതിരായ ഒരു ഹർജി പട്ടികയിൽപ്പെടുത്തുന്നത് പരിഗണിക്കാൻ സുപ്രീം കോടതി തിങ്കളാഴ്ച സമ്മതിച്ചു. ആരാധനാലയം ഏത് സമുദായത്തിൽപ്പെട്ടതാണെന്ന് ഉറപ്പാക്കാൻ ശാസ്ത്രീയ സർവേ നടത്തണമെന്ന മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ മാർച്ച് 11-ലെ ഉത്തരവ് ചോദ്യം ചെയ്ത് മൗലാന കമാലുദ്ദീൻ വെൽഫെയർ സൊസൈറ്റിയാണ് ഹർജി നൽകിയത്. സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നതുവരെ കേസിൽ വിധി പറയരുതെന്നും മധ്യപ്രദേശ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.